അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സെന്തിൽ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് സെന്തിൽക്കുണ്ട് എനിക്കൊരു വാർത്ത சொல்லணும். தமிழ் மக்கள் ரொம்ப உசுர் இருக்குது, அவருக்கு என்மேல் அவரோட ரொம்ப பாசம் இருக்குது. தமிழ் மக்கள் அவருக்கு தெரியும் எந்த மாதிரி ചെറുത്തുനിൽപ്പ് വേണമെന്ന് അവർക്ക് നല്ലപോലെ தெரியும். അപ്പോൾ இந்த ആളുകളെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും തമിഴ് മക്കൾ. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ ഒന്നും വിജയുടെ ഈ PVK ഒന്നും അവിടെ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. ഇത് വളരെ വ്യക്തമാണ്. സോ അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന തമിഴ് എന്നുള്ള ഒരു വലിയ ഒരു വികാരമുണ്ട്. ആ വികാരത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തമിഴ് മക്കൾ നിൽക്കുന്നത്. അവർ സംഗീതത്തെ സ്നേഹിക്കുന്നു, അവർ സിനിമയെ സ്നേഹിക്കുന്നു, അവർ നല്ല ഭക്ഷണം കഴിക്കുന്നു. മലയാളി കണ്ടുപിടിക്കേണ്ട ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയുടെ വീട് പുനലൂരാണ്. പുനലൂരിൽ നിന്ന് കയറി പുളിയറ കുറ്റാലത്തേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം കേൾക്കുന്നത് SPBയുടെ പാട്ടും ഇളയരാജയുടെ മ്യൂസിക്കുമാണ്. തമിഴിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത് സംഗീതം എന്ന് പറയുന്നത്. തമിഴിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് സിനിമ എന്ന് പറയുന്നത്. തമിഴിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എന്താണെന്ന് തമിഴിനറിയാം. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവരെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. അവർക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അത് വേറൊരു അണ്ണാദുരൈ ഉൾപ്പെടെയുള്ളവർ, പെരിയോർ ഉൾപ്പെടെയുള്ളവർ, ശ്രീ കരുണാനിധി ഉൾപ്പെടെ, ശ്രീ MGR ഉൾപ്പെടെയുള്ളവർ ഉഴുതുമറിച്ച മണ്ണിലെന്നാണ് അവർ രാഷ്ട്രീയം കളിക്കുന്നത്. അവരടുത്ത് ആശ്രയിച്ചു നമ്മളും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. തമിഴ് സിനിമയെ പ്രത്യേകിച്ചും നമുക്കും ഇവിടെ ഫാൻസ് ഉണ്ട്. അതായത് തീർച്ചയായിട്ടും തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായത്. തമിഴും മലയാളവും തമ്മിലുള്ള സ്നേഹബന്ധം അത്രയും വലുതാണ്. ഒരു അതിർത്തി പങ്കുവെക്കുന്നുണ്ടെങ്കിലും തമിഴിനും മലയാളവും തമ്മിലുള്ള ആത്മബന്ധം, സൗഹൃദം അതെപ്പോഴും നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തമിഴിനായി ജനിക്കണമെന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് പോസിറ്റീവായിട്ടാണ് തമിഴ് ജനങ്ങൾ ജീവിതത്തെ കാണുന്നത്. ആ ജീവിതത്തെ കാണുന്ന തമിഴ് ജനങ്ങളുടെ മുന്നിൽ പോയിട്ട് ഇത്തരം ഷോ കാണിച്ചാൽ 40 പേരാണ് മരണപ്പെട്ടത്. 40 പേര് അവിടെ ഇരുന്നു കൊണ്ട് ചുമ്മാ ട്വിറ്ററിൽ ഡയലോഗ് അടിക്കുന്നതല്ല കാര്യം. ഒരു രാഷ്ട്രീയ നേതാവാണെന്നെങ്കിൽ വിജയ് എന്ന് പറഞ്ഞ വിജയുടെ പാർട്ടി നടത്തിയ ഈ പരിപാടിക്ക് മരിച്ചുപോയ 40 പേരെ കാണാൻ ഹോസ്പിറ്റലിൽ നിൽക്കണമായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അയാൾക്ക് മുഖ്യമന്ത്രിയാവണം, അയാൾക്ക് ജയിക്കണം. ഈ പാവപ്പെട്ട സാധുജനങ്ങൾ അയാളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ അപകടം വന്നിട്ട് പേടിച്ച് തൂറി ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് മദ്രാസിൽ പോവുകയല്ലേ ചെയ്യേണ്ടത്. യു ഷുഡ് ഗോ ടു ദ ഹോസ്പിറ്റൽ. അവിടെ നിൽക്കണം, അവിടെ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതയാൾ ചെയ്തോ? തമിഴ് മക്കളത് കാണുന്നുണ്ട്. സോ ഒരു ഹീറോ സീറോ ആവുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത്. വിജയ് ഫാൻസ് എന്നോട് ക്ഷമിക്കണം. ഞാനും വിജയുടെ സിനിമകൾ കാണാറുള്ളതാണ്. അത് സിനിമ മാത്രമാണ്. ജീവിതം എൻറ്റയർലി ഡിഫറൻ്റാണ്. ഒരു സിനിമാക്കാരനായിട്ട് ഞാനത് പറയുകയാണ്. യാതൊരു മടിയില്ല.